തിരുവനന്തപുരത്ത് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ എല്ലാം മൂക്കിന് താഴെ ഒരു ശുചീകരണ തൊഴിലാളിയെ കാണാതായിട്ട് ഇന്നത്തേക്ക് 2 ദിവസമാവുന്നു. അദ്ദേഹത്തെ ഇതുവരെയായിട്ട് കണ്ടുകിട്ടിയിട്ടില്ല. അതിന് ഉത്തരവാദി ആര്? സംസ്ഥാനം ഭരിക്കുന്ന കേരള സർക്കാരോ, അതോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറോ, അതോ നമ്മളല്ല ഇലക്ഷനിൽ നിന്ന് തിരഞ്ഞെടുപ്പിച്ച് വിടുന്ന നമ്മുടെയൊക്കെ സ്വന്തം MP യോ? ആരാണ് ഉത്തരവാദി? അതോ ഇന്ത്യൻ റെയിൽവേ? ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ അനന്ത ഇത്ര നീളുന്നത്? എന്തുകൊണ്ട്? അത് നോക്കി നടക്കാൻ സർക്കാരിന് ആവതില്ലാത്തതാണോ, അതോ ഇനി മേയർക്ക് വയ്യാത്തതാണോ, അതോ MP ഇരുന്ന് ഉറങ്ങുന്ന കൊണ്ടാണോ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം നമുക്കിടയിലുള്ള ഒരു തൊഴിലാളിയെ കാണാതായിട്ട് 2 ദിവസമായി. ഇതുവരെയായിട്ട് എന്താ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാത്തത്? ഇപ്പോൾ ഈ പരിശോധനയിലല്ലേ അവർ കണ്ടെത്തിയത്? ശുചീകരണ തൊഴിലാളിയെ രക്ഷിക്കാനുള്ള പരിശോധനയിൽ മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഒരാൾ പൊക്കത്തിലാണ് തോട്ടിൽ മാലിന്യം കിടക്കുന്നത്. എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ഇത് യഥാസമയം നിർമ്മാർജ്ജനം ചെയ്യാത്തത്? ഫണ്ടില്ലാത്തതുകൊണ്ട്. തിരുവനന്തപുരം എയർപോർട്ട്, ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ, എത്ര രൂപയുടെ ടാക്സുകളാണ് വന്ന് പിരിയുന്നത്? ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ. എന്നിട്ട് എന്താണ് ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലം എത്തും മുമ്പേ നടത്താത്തത്? എന്തുകൊണ്ട്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഓപ്പറേഷൻ അനന്ത എന്തുകൊണ്ട് നീളുന്നു? സംഭവ സ്ഥലത്ത് കൃത്യമായിട്ട് എത്തേണ്ട തിരുവനന്തപുരത്തെ സ്വന്തം പ്രിയപ്പെട്ട MP എവിടെ? MP ഇപ്പോഴും കറക്കത്തിലാണ്. ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്നത് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം നോക്കാനാണ്, അല്ലാതെ താങ്കളുടെ ക്ഷേമം നോക്കാനല്ല. താങ്കൾ എവിടെ? എന്തായാലും ആ പുള്ളിക്കാരൻ അത്രേ ഉള്ളു പറയാൻ. ഇതിൽ കൂടുതൽ എന്തോ പറയാതിരിക്കുന്നു. ഈ നാട്ടിൽ ജനിച്ചു പോയില്ലേ, നമ്പർ 1 കേരളം.